ഇന്ന് മറ്റൊരു പദ്ധതി കൂടി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്ക് ഒരു പശ്ചാത്തല ഒരു കഥ എനിക്ക് പറയാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അണ്ണാ ഹസാരെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന സീനിയറായിട്ടുള്ള ഗാന്ധിയനാണ്, വെറ്ററനാണ്, വലിയ മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യ ഗവൺമെന്റിനെ വിറപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അണ്ണാ ഹസാരെ. മഹാരാഷ്ട്രയിൽ അദ്ദേഹം ഒരു ദിവസം സത്യാഗ്രഹം കിടന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കൂടെ സത്യാഗ്രഹം കിടന്നത്. വലിയ സാമൂഹ്യമായി വലിയ മാറ്റമുണ്ടാക്കുന്നതിന് ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിച്ച ആളാണ് അണ്ണാ ഹസാരെ കേരളത്തിൽ നിരവധി തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പോഴെല്ലാം ഞാൻ കണ്ടിട്ടുകൊണ്ട് ഞാൻ കൂടെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയൊന്നും ഡൽഹിയിൽ വന്നില്ല. അപ്പോൾ ഈ വിവരാവകാശ നിയമവും വരാൻ പോകുന്ന കാലഘട്ടമാണ്, സേവനാവകാശ നിയമം. അപ്പോൾ അണ്ണാ ഹസാരെയുമായി ഞാൻ ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രോഗ്രാമിന് പോകുമ്പോൾ എന്നോട് ചോദിച്ചു, മിസ്റ്റർ സുഭാഷ്, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് എ ആന്റി കറപ്ഷൻ മൂവ്മെന്റ് ഇൻ കേരള? കേരളത്തിൽ ഒരു ആന്റി കറപ്ഷൻ, ഒരു അഴിമതി വിരുദ്ധ മൂവ്മെന്റ് എന്തുകൊണ്ട്? ആഫ്റ്റർ ആൾ നിങ്ങളൊക്കെ യൂത്ത് അല്ല, എന്ന് കുറേ വർഷം മുമ്പാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട്, സാറേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ പോകുന്നു. വില്ലേജ് ഓഫീസിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാം കംപ്ലീറ്റ് ഈ ലേണിങ്സിലും അക്ഷയയിൽ പോയാൽ എല്ലാം ചെയ്യാം. പണ്ടായിരുന്നെങ്കിൽ വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മളൊരു കാര്യം നടത്തി തന്നാൽ പണം കിട്ടിക്കഴിഞ്ഞാൽ പണം കൊടുക്കാനും അതിൻ്റെ ഗുണഭോക്താക്കൾ തയ്യാറാണ്, അത് വാങ്ങാനും അവർ തയ്യാറാണ്. കിട്ടിയില്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ള സാഹചര്യവും വരും. അതുപോലെ തന്നെ പിന്നെ ആർ ടി ഓഫീസിൽ വളരെ കൃത്യമായി ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ പൈസ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് നമ്മളെ പ്ലംബർ തന്നെ അതിൻ്റെ പൈസയൊക്കെ അടച്ചോളും. അതുകൊണ്ട് പിന്നെ നമ്മളതിനകത്ത് അതൊക്കെ ഇതിൻ്റെ ഒരു മിസലേനിയസിൽ കയറിപ്പോകും. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കണക്ഷൻ കിട്ടുമ്പോൾ ഇതൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കൊണ്ട്, പക്ഷേ ഇത് കിട്ടിയില്ലെങ്കിൽ ചെയ്യൂല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഓഫീസുകളിൽ വലിയ തോതിൽ കറപ്ഷൻ നടക്കുന്ന ഒരുപാട് ഓഫീസുകളുണ്ട് സംസ്ഥാനത്ത്. ഒരുപാട് ഓഫീസർമാരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിജിലൻസിന് എന്തെങ്കിലും പരാതി കിട്ടിയാൽ മാത്രമാണ് വിജിലൻസ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെടുകയും അവർ നോട്ടിലൊക്കെ കളറൊക്കെ അടിച്ച് കൊടുക്കുകയും ആ നോട്ട് പിടിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ കുറച്ച് ഒരു പരാതി കിട്ടുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി മനോജ് എബ്രഹാം ഇപ്പോൾ വിജിലൻസിന്റെ ഡയറക്ടറായിരിക്കുന്ന അദ്ദേഹം കൃത്യമായ ഒരു പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായത്തോടു കൂടി കൊടുത്തു. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് മയക്കുമരുന്ന് പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ പോലെ തന്നെ ഓപ്പറേഷൻ സീറോ എന്ന് പറയുന്ന പരിപാടി വരുന്നത്. ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്, AI-യുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഓഫീസിൽ ഒരു ഫയൽ റിസീവ് ചെയ്ത് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ വല്ലാതെ വെച്ച് തടസ്സപ്പെടുത്താൻ കഴിയില്ല, വല്ലാതെ അതിനകത്ത് കുറി എഴുതി ഇല്ലാതാക്കാൻ കഴിയത്തില്ല, ഡിലേ ടാക്ടിക്സ് പറ്റത്തില്ല, പണം ചോദിക്കുന്ന കാര്യങ്ങളിൽ നടക്കത്തില്ല എന്ന്. അങ്ങനെ പിടിച്ചാൽ കർശനമായ നിയമം. അപ്പോൾ എനിക്ക് രമേശ് ചെന്നിത്തല മിനിസ്റ്ററോട് പറയാനും ആഭ്യന്തരമന്ത്രിയോടും വിജിലൻസിനോടും പറയാനുള്ളത്, ദയവേത് ഇങ്ങനെ പിടിച്ചാൽ കറപ്ഷനിലൂടെ, കുഞ്ഞു കാര്യങ്ങളല്ല, പ്രധാനപ്പെട്ട കറപ്ഷനിലൂടെ പിടിക്കുന്നവരെ ഡിസ്മിസ് ചെയ്യണം. ആ ഒരു നിയമം കൊണ്ടുവരണം. അല്ല സസ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സസ്പെൻഷൻ പീരീഡും കൂടെ അവർ സുഖമായിട്ട് ഇവിടെ ജീവിച്ചിട്ട് വീണ്ടും വന്നിരുന്ന് അതിനേക്കാൾ വലിയ പോസ്റ്റ് ഇരുന്ന് പൊളിറ്റിക്കൽ ലീഡർമാർക്ക് പൈസ എല്ലാം കൊടുത്ത് വലിയ പോസ്റ്റിൽ വീണ്ടും കയറിയിരിക്കും. ഡിസ്മിസ് ചെയ്ത് നിർത്തണം. അതായത് അഴിമതി പിടിച്ചാൽ, തെളിവോടെ കൈയോടെ അഴിമതി പിടിച്ചാൽ ആദ്യം ഡിസ്മിസ് ചെയ്ത് നിർത്തണം. എന്നിട്ട് പിന്നെ തെളിയിക്കണം. അയാളുടെ ബാധ്യതയാണ്, ഡിസ്മിസ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ആളിന്റെ ബാധ്യതയാണ് ഇത്. അല്ല, ഞാൻ തെറ്റല്ല ചെയ്തതെന്ന് ബാധ്യത. എന്നാൽ പിന്നെ തിരിച്ചെടുക്കാം, പഴയ ശമ്പളം കൂടെ തിരിച്ചെടുക്കാമല്ലോ. പക്ഷേ സസ്പെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു മിമിക്രി പരിപാടിയുണ്ട്, അതിന്റെ കാര്യമില്ല. ഡിസ്മിസ് ചെയ്യണം. സസ്പെൻഷനിൽ പരിപാടി ഒതുങ്ങില്ല. സസ്പെൻഷൻ ഈസ് എ കറക്ഷൻ ഫാക്ടറാണ്. ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിന് മാത്രമേ സസ്പെൻഷൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കുഞ്ഞു കാര്യങ്ങൾക്കാണ്. കറപ്ഷൻ പോലുള്ള വലിയ കാര്യങ്ങൾക്ക് കൃത്യവിലോപമൊക്കെ കാണിക്കുന്നതിനാണ് സസ്പെൻഷൻ. അപ്പോൾ ഒന്ന് വെളിയിലൊക്കെ നിന്നിട്ട് വരുമ്പോൾ ആളൊന്ന് കറക്റ്റ് ചെയ്യപ്പെടും. പക്ഷേ കൈക്കൂലി പോലുള്ള കാര്യങ്ങൾ, വലിയ അഴിമതി നടത്തുന്ന കാര്യങ്ങൾ കൃത്യമായി അത് പിടിക്കണം. പർച്ചേസ് വലിയ രീതിയിൽ പിടിക്കേണ്ട ഒരു മേഖലയാണ് പർച്ചേസ്. എന്ത് പർച്ചേസ് ചെയ്യുമ്പോഴും, ഇപ്പോൾ ഏത് വൻകിട പ്രോജക്റ്റ് എടുത്താലും ചെറുകിട പ്രോജക്റ്റ് പർച്ചേസ് ഉണ്ടോ അതിനകത്ത് അഴിമതി ഉണ്ടായിരിക്കും. കരാറുകൾ കൊടുക്കുന്നിടത്ത്, ടെൻഡർ കൊടുക്കുന്നിടത്ത്, ഈ ടെൻഡറിൽ പോലും ഉണ്ടെന്നേ വലിയ അഴിമതിയുണ്ട്. ടെൻഡർ കൊടുക്കുന്നത്, ഏജൻസികൾക്ക് കൊടുക്കുന്നതിലൊക്കെ വലിയ അഴിമതിയാണ്. അതൊക്കെ എംപാനൽ ചെയ്യുന്നതിൽ ഒക്കെ വലിയ അഴിമതിയാണ് നടക്കുന്നത്. ഈ അഴിമതി പിടിക്കാനുള്ള ഓപ്പറേഷൻ സീറോ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കൃത്യമായി ഈ പരിപാടി വരട്ടെ. 2 പരിപാടിയാണ് പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2ഉം മനോഹരമാണ്. ഒന്ന് ഓപ്പറേഷൻ തൂഫാൻ, പിന്നെ എന്താണ്, നാർക്കോട്ടിക് ഹണ്ട്, അത് വളരെ പ്രധാനമാണ്.
അപ്പോൾ അത് ആളുകളെ ജൂൺ 1 മുതലാണ് വരുന്നത്. SP സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിനെയും മറ്റെല്ലാവരെയും കൈകാര്യം ചെയ്തുകൊണ്ടുള്ള അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയ ക്യാമ്പയിനാണ് അതിൽ ആലോചിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണത്. അതുപോലെ ഓപ്പറേഷൻ സീറോ ഓഫീസേഴ്സ്, അതായത് ഓപ്പറേഷൻ സീറോയിൽ വരുന്നത് കറപ്ഷൻ സീറോ ആണ്. ഓപ്പറേഷൻ സീറോ എന്ന് പറയുമ്പോഴും കറപ്ഷൻ സീറോ ഓഫീസറുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പൈസ പോലും കൈക്കൂലി വാങ്ങാതെ ആളുകളുടെ സേവനം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് അനുഗുണമായി രമേശ് ചെന്നിത്തല മിനിസ്റ്റർക്ക് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് ചെയ്യാവുന്നത് എല്ലാ ഓഫീസുകളിലും വിജിലൻസിന്റെ ഒരു കൃത്യമായ ഒരു നിരീക്ഷണം പോലെ തന്നെ ഓരോ ഓഫീസുകളിലും ഓഫീസർമാർ എന്താണ് അവരുടെ സേവനം, ആ ഓഫീസിൽ ഇപ്പോൾ വില്ലേജ് ഓഫീസറിനെ വില്ലേജ് ഓഫീസറുടെ സേവനം എന്താണ്, ഡ്യൂട്ടി എന്താണ്, ഓരോ സ്റ്റാഫിൻ്റെയും ഡ്യൂട്ടി എന്താണ് ചെയ്യേണ്ടതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ സേവന ഗൈഡ്, സർവീസ് ഗൈഡ് ഇറക്കണം. അതിൽ മിനിമം കാര്യങ്ങൾ ബോർഡിൽ എഴുതി വെക്കുകയും വേണം. ഈ ഓഫീസിൽ ഇത്ര സ്റ്റാഫുണ്ട്, അവരുടെ ഓരോരുത്തരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഇതാണ്, ഉപഡ്യൂട്ടികൾ, പ്രധാന കർത്തവ്യം, ഉപകർത്തവ്യം എന്നുള്ള നിലയിൽ അത് എഴുതി വയ്ക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ഒരു സർവീസ് ഗൈഡ് എല്ലാ ഓഫീസിലും ഉണ്ടായിരിക്കണം. അത് പബ്ലിക്കിന് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആയിരിക്കണം. അപ്പോൾ ഒരു ഓഫീസിൽ ചെന്നാൽ ഈ ഓഫീസർ എനിക്ക് എന്ത് സേവനമാണ് ചെയ്തു തരേണ്ടത്, ഒരു കൺസ്യൂമറായി പോകുന്ന, ഒരു ബെനിഫിഷ്യറി ആയി പോകുന്ന, ഒരു ഗുണഭോക്താവായി പോകുന്ന എനിക്ക് എന്ത് സേവനമാണ് ഈ ഓഫീസിൽ നിന്ന് ചെയ്തു തരേണ്ടതെന്ന് പോലും അറിയാതെ ഓരോ സീറ്റിലെത്തുമ്പോഴും അങ്ങോട്ടടിച്ച് അവിടെ പോയി കാണൂ ഇവിടെ പോയി കാണൂ അങ്ങനെ കാണാൻ പറഞ്ഞ് നടക്കുകയും കാശ് കൊടുത്താൽ നടക്കുകയും ചെയ്യുന്ന അതീവ മോശമായിട്ടുള്ള ഒരു സിസ്റ്റം കുറച്ചിടത്തെങ്കിലും ഇപ്പോഴുണ്ട്. അതിനെതിരെയുള്ള ശക്തമായ നടപടിക്ക് ഒരു ബിഗ് സല്യൂട്ട്. AI നേതൃത്വത്തിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നേതൃത്വത്തിൽ ഇത് വരുന്നു എന്ന് കേൾക്കുന്നത് മനോഹരമാണ്. ഇങ്ങനെയാണ് AI പോലുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്, അല്ലാതെ സെമിനാർ ക്ലാസ്സുകളിലും ചർച്ചകളിലും മാത്രം നിർത്തേണ്ട വിഷയമല്ല. വെരി ഗുഡ്, മനോജ് എബ്രഹാമിനൊക്കെ അത് കഴിയും. അതുപോലെ IPS വിജയൻ ഇതിനകത്ത് വലിയ ദർശനവും കാഴ്ചപ്പാടും വിഷനുമുള്ള ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹവും ഇവിടെ പല ഇതിൻ്റെ പരിപാടികളിലേക്ക് വരുന്നു. SPC ഒക്കെ നേരത്തെ അദ്ദേഹമാണ് കുറച്ചു കാലം കൊണ്ടു നടന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ആഭ്യന്തര വകുപ്പിനും വിജിലൻസിനും ഉണ്ടാകുന്നു എന്നറിയുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പുതിയ ഗവൺമെൻറ് പുതിയ പ്രതീക്ഷകളുമായി വരട്ടെ. നമ്മൾ എന്ത് പറയുമ്പോഴും നമുക്ക് കുറ്റം പറയാം, കുറ്റങ്ങൾ പറയാൻ സമയമാകുമ്പോൾ നമുക്ക് കുറ്റം പറയാം, കുഴപ്പങ്ങൾ ചെയ്യുമ്പോൾ കുഴപ്പമാണെന്ന് പറയാം, വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കാം. പക്ഷെ അത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. ആദ്യ കുറച്ചു കാലം വസന്തകാലമാണ്, സുവർണകാലമാണ്. അപ്പോൾ ഇതെല്ലാം മനോഹരമായ പദ്ധതികൾ ഇവിടെ നടപ്പിലാവട്ടെ.